ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SCERT ക്ലാസ് 10 അഥവാ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസ്. ഗിവ് a reason, find the common difference of the arithmetic sequence. ചുവടെ കൊടുത്തിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതണം. സമാന്തര ശ്രേണി ആണെങ്കിൽ പൊതുവ്യത്യാസം എഴുതണം. ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് കുറച്ച് സീക്വൻസുകൾ തന്നിട്ടുണ്ട്. ആ സീക്വൻസുകളൊക്കെ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അരിത്തമെറ്റിക് ആണെങ്കിൽ അതിൻ്റെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എഴുതണം. ഫസ്റ്റത്തത് നാച്ചുറൽ നമ്പർ ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 അല്ലെങ്കിൽ 2 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അതേപോലെ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ വർഗം. റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ ശ്രേണി. പവേഴ്സ് ഓഫ് 2 2ൻ്റെ കൃതികളുടെ ശ്രേണി. ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകളുടെ പകുതിയായ ശ്രേണി. ഒരു 6 സീക്വൻസുകൾ തന്നിട്ടുണ്ട്. ഇത് അരിത്തമെറ്റിക് ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റത്തത് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. എന്താണ് എണ്ണൽ സംഖ്യ എന്നാൽ 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞു പോകുന്ന നമ്പറാണ് എണ്ണൽ സംഖ്യ. ഈ എണ്ണൽ സംഖ്യകളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരണം. നമ്മളുടെ ഫസ്റ്റത്തെ എണ്ണൽ സംഖ്യയായ 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 1ൽ 4 ഉണ്ടോ? ഇല്ല. അവിടുത്തെ റിമൈൻഡർ 1 തന്നെയാണ്. 1ൽ 0 4 അപ്പോൾ അടുത്ത റിമൈൻഡർ 1 തന്നെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ നമ്പർ കിട്ടിയത്രയാ 1. ഇനി എന്തുകൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ ആഡ് ചെയ്താൽ മതി. 1ലേക്ക് 4 ആഡ് ചെയ്യുമ്പോൾ 5. 5നെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 5ൽ ഒരു 4 4 5ന്ന് 4 പോയാൽ 1 കണ്ടോ? ഓക്കെ. അപ്പോൾ 1 നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ആണ്. 1 അതേപോലെ 5 9 ഇങ്ങനെയാണ് നമ്മളുടെ ശ്രേണി വരുന്നത്. 1 5 9 13 17. അതായത് ഫസ്റ്റത്തെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1ലേക്ക് 4 കൂട്ടിയാൽ 5 കിട്ടും. 5ലേക്ക് 4 കൂട്ടിയാൽ 9 കിട്ടും. 9ലോട്ട് 4 കൂട്ടിയാൽ 13 കിട്ടും. അങ്ങനെ പോകും. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ആണെങ്കിൽ ഇതിൻ്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാവണം എന്നാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ടേംസ് ആർ ഈക്വൽ. 2 അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായാൽ അത്തരം ശ്രേണികളെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ഇവിടെ സമാന്തര ശ്രേണി ആണോ അല്ലേ എന്നുള്ളത് നോക്കിയേ. 5ന്ന് 1 പോയാൽ 4, 9ന്ന് 5 പോയാൽ 4, 13ന്ന് 9 പോയാൽ 4, 17ന്ന് 13 പോയാൽ 4. ഡിഫറൻസ് സെയിം അല്ലേ? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇവിടുത്തെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എത്രയാണ്? 4. ഓക്കെ. ദെൻ രണ്ടാമത്തെ നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 അല്ലെങ്കിൽ 2 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അപ്പോൾ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 എന്നിങ്ങനെ പോകും. അപ്പോൾ ആദ്യം 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1. 1നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 എന്ന് പറഞ്ഞു. ഇനി ശിഷ്ടം 2 വരണവും വേണമെന്ന് പറഞ്ഞു. 2നെ 4 ആയിട്ട് ഹരിക്കുമ്പോൾ അവിടുത്തെ ശിഷ്ടവും 2 ആണ്. ഓക്കെ. അടുത്ത് വരുന്നത് 5 ആണ്. കാരണം 3നെ ഹരിക്കുമ്പോൾ ശിഷ്ടം 3 ആണ്. 4നെ ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണ്. 5നെ 4 ആയിട്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ആണ്. പിന്നെ അടുത്ത് വരുന്നത് 2ക്ക് 4 കൂട്ടുമ്പോൾ 6 ആണ്. ഇങ്ങനെ പോവാണ് ചെയ്യാം. 1 2 5 എന്ന് പറഞ്ഞിട്ടാണ് പോവുക. ഇതൊരു സമാന്തര ശ്രേണിയാണോ നോക്കിയേ. അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. 2ന്ന് 1 പോയാൽ 2 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അടുത്തത് 5 - 2 മൂന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5ന്ന് 2 പോയാൽ 3. അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആണോ? അതാണ് കോമൺ ഡിഫറൻസ് വരണം അല്ലേ. ഇവിടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം തുല്യമല്ല.
അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, ഒരു സമാന്തര ശ്രേണി അല്ല എന്ന് പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, കോമൺ ഡിഫറൻസ് ആർ നോട്ട് ഈക്വൽ, therefore it is not an arithmetic sequence. പൊതുവ്യത്യാസം തുല്യമല്ലാത്തതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണി അല്ല. അടുത്ത് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗം എന്നാണ് പറയുന്നത്. ഏതാണ് നമ്മളുടെ എണ്ണൽ സംഖ്യകൾ? 1 2 3 4 5 6 എന്ന് പറയുന്നതാണ് നമ്മുടെ എണ്ണൽ സംഖ്യകൾ. വർഗ്ഗം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുന്നതാണ്. 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്. ഓക്കെ, അപ്പോൾ 1 4 9 16 25 36 എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ ആണ് 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5 25, 6 36 എന്ന് പോകും. ഇതൊരു സമാന്തര ശ്രേണിയാണോ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം ഞാൻ കുറച്ചു. 4ന്ന് 1 പോയാൽ 3 കിട്ടും. 9ന്ന് 4 കുറക്കുക, 9ന്ന് 4 കുറച്ചാൽ എത്രയാ? 5 കിട്ടും. മൂന്നാമത്തെ ടേം എന്ന് രണ്ടാമത്തെ ടേം കുറച്ചപ്പോൾ 5 ആണ് കിട്ടിയത്. രണ്ടാമത്തെ ടേം എന്ന് ഒന്നാമത്തെ ടേം കുറച്ചപ്പോൾ 3 ആണ് കിട്ടിയത്. അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണോ? അല്ല, അഥവാ പൊതുവ്യത്യാസം തുല്യമല്ല. അതുകൊണ്ട് ഇതെന്തല്ല, സമാന്തര ശ്രേണി അല്ല. 4ന്ന് 1 പോയാൽ 3 ആണ്, 9ന്ന് 4 പോയാൽ 5 ആണ്. കോമൺ ഡിഫറൻസ് ആർ നോട്ട് ഈക്വൽ, therefore it is not an arithmetic sequence. പൊതുവ്യത്യാസം തുല്യമല്ലാത്തത് കൊണ്ട് ഇതൊരു സമാന്തര ശ്രേണി അല്ല. ഓക്കെ, അടുത്ത് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ ശ്രേണി. എന്താണ് എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ? 1 2 3 4 5 6 എന്ന് പറയുന്നതാണ് എണ്ണൽ സംഖ്യകൾ. ഏതൊരു സംഖ്യയുടെയും ഡിനോമിനേറ്ററിൽ 1 ഉണ്ടാവും. വ്യുൽക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുന്നതിനെയാണ് വ്യുൽക്രമം എന്ന് പറയുക, റെസിപ്രോക്കൽ. അപ്പോൾ 1ന്റെ റെസിപ്രോക്കൽ എന്താണ്? 1 തന്നെയാണ്. 2ന്റെ റെസിപ്രോക്കൽ എന്താ? 1/2. 3ന്റെ എന്താ? 1/3. 4ന്റെ എന്താ? 1/4. ഓക്കെ, ഇനി കോമൺ ഡിഫറൻസ് കാണാൻ പോവാണ് നമ്മൾ. 1/2 എന്ന് 1/1 കുറച്ചു. സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം കുറച്ചു. ക്രോസ് ചെയ്യാം. ഓക്കെ, 1 × 1 1 മൈനസ് 1 × 2 2 ഡിവൈഡഡ് ബൈ 1 × 2 2. 1ന്ന് 2 പോയാൽ -1/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി തേർഡ് ടേം ആയ 1/3യിൽ നിന്നും 1/2 മൈനസ് ചെയ്യണം. ക്രോസ് ചെയ്യുക. 1 × 2 2 ആണ്, 1 × 3 3 ആണ്, 3 × 2 6 ആണ്. 2ന്ന് 3 പോയാൽ -1/6 എന്ന് കിട്ടും. ഒന്ന് -1/2ഉം ഒന്ന് -1/6ഉം ആണ്. രണ്ടും സെയിം ആണോ? ന്യൂമറേറ്റർ മാത്രം സെയിം ആയിട്ട് കാര്യമില്ല, ഡിനോമിനേറ്ററും കൂടി സെയിം ആവണം അല്ലേ. -1/2ഉം -1/6ഉം രണ്ടും സെയിം ആണോ? അല്ല. അപ്പോൾ ഇവിടെയും പൊതുവ്യത്യാസം എന്തല്ല? സെയിം അല്ല. അതുകൊണ്ട് ഇതും എന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. കോമൺ ഡിഫറൻസ് ആർ നോട്ട് ഈക്വൽ, therefore it is not an arithmetic sequence. പൊതുവ്യത്യാസം തുല്യമല്ലാത്തത് കൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയല്ല. അടുത്ത പവേഴ്സ് ഓഫ് 2, 2ന്റെ കൃതികളുടെ ശ്രേണി. 2ന്റെ കൃതി പറഞ്ഞാൽ 2നെ 2 കൊണ്ട് തന്നെ ഇങ്ങനെ ഗുണിച്ചു പോവുക. 2⁻1 2⁻2 2⁻3 2⁻4 ആണ്. 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2⁻2 എന്ന് പറഞ്ഞാൽ 4 ആണ്, 2⁻3 എന്ന് പറഞ്ഞാലോ 4നെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 8 കിട്ടും. ഇതിനെ 8നെ വീണ്ടും 2 ആയിട്ട് ഗുണിക്കുമ്പോൾ 16 എന്ന് കിട്ടും. ഇനി 4 - 2 അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ പോവാണ്. 4ന്ന് 2 പോയാൽ 2 കിട്ടും. ദെൻ 8 - 4, 8ന്ന് 4 പോയാൽ 4 കിട്ടും. സെയിം ആണോ? അല്ല. പൊതുവ്യത്യാസം തുല്യമല്ലാത്തത് കൊണ്ട് ഇതൊരു സമാന്തര ശ്രേണി അല്ല. കോമൺ ഡിഫറൻസ് ആർ നോട്ട് ഈക്വൽ, therefore it is not an arithmetic sequence. പൊതുവ്യത്യാസം തുല്യമല്ലാത്തത് കൊണ്ട് ഇതൊരു സമാന്തര ശ്രേണി അല്ല. അടുത്ത് വരുന്ന ഒറ്റസംഖ്യകളുടെ പകുതിയായ ശ്രേണി, ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്. ഒറ്റസംഖ്യകൾ ഏതാ? 1 3 5 7 ആണ് ഒറ്റസംഖ്യകൾ. ഓഡ് നമ്പേഴ്സ് തന്നെ 1 3 5 7. ഇതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനൊക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അഥവാ 1/2 3/2 5/2 7/2. അപ്പം ഞാൻ കാണാൻ പോവാണ്. സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം കുറക്കാണ്. 3/2 എന്ന് 1/2 കുറച്ചു. 3ന്ന് 1 പോയാൽ എത്രയാ? 2. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആ ഡിനോമിനേറ്റർ തന്നെ എഴുതാൻ 2/2 1 എന്ന് കിട്ടും. ഇനി അടുത്തത് തേർഡ് ടേം ആയ 5/2 എന്ന് 3/2 കുറക്കുക. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആ ഡിനോമിനേറ്റർ തന്നെ എഴുതിയാൽ മതി. 5ന്ന് 3 പോയാൽ 2, അതും സെയിം ആണ്. അടുത്തത് 7/2ൽ നിന്നും
5/2 മൈനസ് ചെയ്യുക. 7 5 പോയാൽ 2, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്, അപ്പോൾ ആ ഡിനോമിനേറ്റർ തന്നെ ചെയ്താൽ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതായത് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഡിനോമിനേറ്റർ സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ഡിനോമിനേറ്റർ തന്നെ നമുക്ക് എഴുതാം, എന്നിട്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് 2/2 അഥവാ 1 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് സെയിം ആണ്, അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. 1 കിട്ടും, അടുത്ത് ചെയ്യുമ്പോഴും 1 കിട്ടും, അടുത്ത് ചെയ്യുമ്പോഴും 1 കിട്ടും. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. ഓക്കെ.